Hello, guten Morgen. Hello, guten Morgen. Hello, guys. Am I audible? Hmm? Yes, ma'am. Okay, guten Morgen. Guten Morgen. Okay. Okay, guys, let's start. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേവ് ഫ്രാഗൻ ആയിരുന്നു അല്ലെ. നമ്മൾ കോൺജുഗേഷൻ ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ദാറ്റ് സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു ജർമ്മൻ സെന്റൻസ് സിമ്പിൾ ആയിട്ട് പ്രസന്റിൽ വരുന്ന ഒരു സെന്റൻസ് എങ്ങനെ ചെയ്യൂ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഹൗസ് ഓഫ് കാർബൺ തന്നിട്ടുണ്ടായിരുന്നു, ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ജസ്റ്റ് ഹോംവർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ ഒരുപാട് പേര് ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കളക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യാം. Okay, so first one, wir blank English und Deutsch. Sprechen ആയിരിക്കോ, സ്പ്രഷ ആയിരിക്കോ, സ്പൃഷ്ട ആയിരിക്കോ, സ്പ്രഷ്ട ആയിരിക്കോ? Wir yes, സ്പ്രഷൻ ആണ് അല്ലെ, ബിക്കോസ് നമുക്കറിയാം ബിയറിന്റെ കോൺജുഗേഷൻ വന്നിട്ട് സ്പ്രഷൻ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, വി ബ്ലാങ്ക് ഡൈൻ നാമ. ഇത് ബെസ്റ്റ് എന്ന് കൊടുത്തവരുണ്ട് ഇവിടെ. വാട്ട് ഈസ് ഓർ ഹൗ ഈസ് യുവർ നെയിം എന്നാണ് കേട്ടോ വരുന്നത്. ഹൗ ഈസ് യുവർ നെയിം? സോ വി ഇസ് ഡൈൻ നാമ എന്നായിരിക്കും കേട്ടോ. വി ഇസ് ഡൈൻ നാമ. വി ഇസ് ഡൈൻ നാമേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ നോക്കിയേ, വി ആൾട്ട് ദെൻ ബ്ലാങ്ക് ഡു. വി ആൾട്ട് എന്തായിരിക്കും ഇവിടെ വരുന്നത്? Bist. Yes, yes, very good. We all bist do. Okay. Next വന്നിട്ട് വഹർ blank do. വഹർ Kommst du? yes, const ആണ് കേട്ടോ. ലൈക്ക് ഐ തിങ്ക് സം സ്റ്റുഡൻസ് കോംറ്റ് കൊടുത്തത് കണ്ടു. സോ അത് കറക്റ്റ് ചെയ്യുക, കോംസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, then ich blank einen Bruder. Ich then blank einen Bruder. Ich habe einen Bruder. Yes, ich habe einen Bruder. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഐനൻ വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഐനൻ എന്നുള്ളത് നമ്മൾ ഐനെ എന്നൊക്കെ പഠിച്ചതുപോലെ തന്നെ എ ഓർഡർ ആൻ എന്നുള്ളതിന് മീനിങ് തന്നെയാണ് വരുന്നത്. ഇത് ഇവിടെ ഒരു ആർട്ടിക്കിൾ ആയിട്ടാണ് വരുന്നത്. സോ എന്തുകൊണ്ടാണ് ഐനൻ എന്നായിട്ട് മാറിയത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ ഇയർ ബ്ലാങ്ക് ഔസ് ഡോയ്ച്ച്ലാൻഡ്. ഇയർ yes, ear. Ihr kommt aus Deutschland. Okay. Next വന്നിട്ട് wir blank in Berlin. Wir Wir wohnen. wohnen. Wohnen, yes, In wohnen. Yes, very good. Wohnen in Berlin. Then blank 13 Jahre alt. Er ist Okay. Then ich blank Alice. Ich blank Alice. എന്തായിരിക്കും? Ich heiße Alice. Yes, very good. Ich heiße. heiße Alice. Perfect. So ഇങ്ങനെയാണ് നമുക്ക് ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. കോൺജുഗേഷൻ നിങ്ങൾ ഇത് ചെയ്യുന്ന ടൈമിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇവിടെ വരുന്ന സബ്ജക്റ്റിന് നോക്കുക. ഓക്കെ
അതുപോലെ തന്നെ സം ഓക്കെ, ഇതിലിപ്പോ നിങ്ങൾ കണ്ടോ വാട്ട് ഹൗ ഈസ് യുവർ നെയിം. ഇവിടെ പക്ഷെ നമ്മൾ മീനിങ്ങിൽ ചെറിയൊരു മീനിങ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഹൗ ഈസ് യുവർ നെയിം എന്നാണ്, വി എസ് ഡൈൻ നാമ എന്നുള്ളതാണ്. സോ മീനിങ്ങും അതുപോലെ തന്നെ കോൺജുഗേഷനും വെച്ചിട്ട് ഇങ്ങനെയുള്ള സെന്റൻസ്, ഇപ്പം നിങ്ങൾക്ക് കോൺജുഗേഷൻസ് ഒക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ശ്രദ്ധിക്കാം. ഓക്കെ ഗൈസ്, സോ ദെൻ നമ്മൾ വേവ്ഫ്രാഗൻ, യാ യെസ്, സെക്കൻഡ് വൺ അങ്ങനെ ഈസ്റ്റ് സോറി, ഈസ്റ്റ് സെക്കൻഡ് വൺ ബി ഈസ്റ്റ് എന്താ ഇവിടെ വന്നത്? ഹൗ ഈസ് യുവർ നെയിം, ഹൗ ഈസ് യുവർ നെയിം. ഇവിടെ നമുക്ക് ഐ, യു, ഹി, ഷീ ഇതൊന്നും വന്നിട്ടില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം, ഇത് മീനിങ് നോക്കിയിട്ട് വേണം ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ ദു വന്നിട്ടുണ്ടോ, ഇഷ് വന്നിട്ടുണ്ടോ, എർസിയസ് വന്നിട്ടുണ്ടോ, ഇയർ വന്നിട്ടുണ്ടോ, വിയർ വന്നിട്ടുണ്ടോ. സോ നമ്മൾ എങ്ങനെയാണ് കോൺജുഗേഷൻ കൊടുക്കുക എന്നുള്ളതിന് ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, സോ വി എസ്, അപ്പോൾ അവിടെ സബ്ജക്ട് നോക്കണ്ടേ മാം? ഇവിടെ നമുക്ക് എവിടെയാ സബ്ജക്ട് വരുന്നത്? അതുകൊണ്ട് ഇവിടെ ദൈന്റെ മീനിങ് എന്താ? ഡൈന് വരുന്നുണ്ട്, പക്ഷെ ദൈൻ എന്ന് പറയുമ്പോ ഡൈൻ എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നത് meaning യുവർ, വരാ. യുവർ എന്നുള്ളതാണ് ഡൈൻ. അപ്പം ഈസ്റ്റ് വരില്ലേ? ഓക്കെ, സോ ഇത് നിങ്ങളിപ്പം ഈ ഒരു മൈൻഡില് ലൈക്ക് ഇപ്പം ഇത് ആരെടുത്തെങ്കിലും ചോദിക്കുകയാണ്, യുവർ എന്നുള്ള ആരെടുത്തെങ്കിലും ചോദിക്കുക. സോ ഒന്നെങ്കിൽ ഒരു ഹി ആയിരിക്കും, ഷീ ആയിരിക്കും, ഇറ്റ് ആയിരിക്കും. ഈ മൈൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ വെർബ് ഇസ്റ്റ് കൊടുക്കാം. ഓക്കെ, പക്ഷെ ഇത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വി ഇസ് ഡൈൻ നാമെ, ഹൗ ഈസ് യുവർ നെയിം, ഈസ് യുവർ നെയിം, ഇത് ഈസ് തന്നെയാണ് വരിക എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഷുവർ ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഫിൽ ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്ക് കോൺജുഗേഷൻ ബേസിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ഏതെങ്കിലും ഒരു പേഴ്സണോടാണ് പറയുന്നത് എന്നുള്ളത്, ഹി, ഷീ, ഇങ്ങനെ ഹി ഓർ ഷീ അവരോടായിരിക്കും ഇത് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ഒരു ടൈമിൽ സൈൻ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ബിൻ, ബിസ്റ്റ്, ഇസ്റ്റ് ഒക്കെ വരുന്നത്. സോ സൈൻ വേർബിൽ നോക്കി കഴിയുന്ന ടൈമിൽ നമ്മൾ ഡയറക്ട്ലി ഹി, ഷീ, ഇറ്റില് ഹി, ഷീ നോക്കി കഴിഞ്ഞാൽ അതിന്റെ കോൺജുഗേഷനിൽ ഇറ്റ് കൊടുക്കാം. പക്ഷെ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ സൈൻ വേർബ് കൊടുക്കുന്ന എന്നുള്ളത് മനസ്സിലായ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ഓക്കെ ഓപ്ഷൻസ് ഉണ്ട്, സോ ആ ഒരു ബേസിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പോ ഇതിൽ സബ്ജക്റ്റ് ഇല്ല അങ്ങനെ നോക്കുന്ന ടൈമിൽ ഐ പ്രിഫർ ഇതിൽ നിങ്ങൾക്ക് മീനിങ് വൈസ് നോക്കുന്നതായിരിക്കും സിമ്പിൾ. ഓക്കെ ഓക്കെ, സോ യാ ഇത്രയാണ് കോൺജുഗേഷൻ വന്നിട്ടുള്ള. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേവ്ഫ്രാഗയാണ് അല്ല, അതായത് WH ക്വസ്റ്റ്യൻസ്. സോ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമില് എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരാ? ഓർ ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ യു മേക്കിംഗ്, വാട്ട് ആർ യു മേക്കിംഗ് എങ്ങനെ പറയും നിങ്ങൾ? What marks the do? Yes, was must, okay, was must do, was ആണ്. Was must do order, was machen sie, both are fine. Okay, okay, so first position വേവ്ഫ്രാഗക്ക് കൊടുക്കും ആൻഡ് സെക്കൻഡ് പൊസിഷൻ എന്തിനു കൊടുക്കും നമ്മള്? Verb. വെർബിന് കൊടുക്കും. ഓക്കെ, ദെൻ സബ്ജക്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ് നമ്മൾ യാനൈൻ ഫ്രാഗ് ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ, വേവ്ഫ്രാഗ് മാത്രമല്ലേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഫൈൻ. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറയുന്നതാണ് റിപ്ലൈ ആയിട്ട് യെസ് അല്ലെങ്കിൽ നോ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മൾ വേവ്ഫ്രാഗൻസ് പഠിച്ച പോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നമ്മുടെ യാനൈൻ ഫ്രാഗനും വരുന്നുണ്ട്. ഓക്കെ, so yeah, is the screen visible?
സ്ക്രീൻ ഓക്കെ ആണോ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. സോ ഗൈസ്, നിങ്ങൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ സ്പീക്കിംഗ് ഒക്കെ മാക്സിമം ചെയ്യുക. ബിക്കോസ് നമുക്ക് ജസ്റ്റ് 1.5 months ഈ ഒരു കോഴ്സ് വരുന്നുണ്ടാവും. സോ അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സ്പീക്കിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ മാക്സിമം അൺമ്യൂട്ട് ചെയ്ത് ഇങ്ങനെ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ടൈമിൽ മാക്സിമം റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. സോ ഇവിടെ ഹെഡ്ലൈൻ കാണാം നിങ്ങൾക്ക്. യാ ഒടെ 9 ഫ്രാഗ്. യാ ഒടെ 9 ഫ്രാഗ്. ദാറ്റ് ഇസ്, യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? യെസ്. ആൻഡ് 9. 9 മീൻസ് നോ. സോ യാ ഒടെ 9 ഫ്രാഗ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫ്രാഗൻ എന്ന് കൊടുക്കുക കേട്ടോ. ഫ്രാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഫ്രാഗ് ഇറ്റ്സ് ജസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ നമ്മൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതുന്ന ടൈമിൽ ഇപ്പൊ നമ്മൾ വിഫ്രാഗൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പൊസിഷൻ ഫോർ വിഫ്രാഗ്, സെക്കൻഡ് പൊസിഷൻ ഫോർ വേർബ് എന്നെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു യാനൈൻ ഫ്രാഗ് നിങ്ങൾ എഴുതുന്ന ടൈമിൽ അതിന്റെ സ്ട്രക്ചർ നോക്കുക. ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ വേർബ്. ഫസ്റ്റ് പൊസിഷൻ നിങ്ങൾ കൊടുക്കേണ്ടത് വേർബിനാണ്. ഓക്കെ. ഫസ്റ്റ് പൊസിഷൻ ആക്ഷൻ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ സബ്ജക്ട്. സെക്കൻഡ് പൊസിഷൻ സബ്ജക്റ്റിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫസ്റ്റ് പൊസിഷൻ വേർബിന് കൊടുക്കുക, സെക്കൻഡ് പൊസിഷൻ സബ്ജക്റ്റിനും കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അതിന്റെ ബേസിൽ, സബ്ജക്റ്റിന്റെ ബേസിൽ വേർബിന് കോഞ്ചുഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ സബ്ജക്ട്, സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ വേർബ്, ആൻഡ് യു ഗൈസ് ഹാവ് ടു കോഞ്ചുഗേറ്റ് ദ വേർബ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. Okay. Okay, let's see. Here, some Vaishvi, for example, are you eating? Are you eating? So, ഇത് നോക്കിയേ. 6. ഇതിൽ എത്ര verbs വന്നിട്ടുണ്ട്? 2 verbs. 6ഉം eating ആണ്. So, നമ്മൾ ഇവിടെ ഏത് യൂസ് ചെയ്യും? 6 യൂസ് ചെയ്യുമോ, eating യൂസ് ചെയ്യും? യെസ്. നമ്മൾ 6നെ കട്ട് ചെയ്യും. നമ്മുടെ ഈസ് എംആർ വരുന്നതും ഈസ് എംആറും മറ്റൊരു വേർബും വരുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ 6 വേണ്ട. നമ്മൾ ഈറ്റിംഗ് ആണ് ഇവിടെ വേർബ് ആയിട്ട് യൂസ് ചെയ്യാം. സോ എസ്എൻ. എസ്എൻ ഇവിടെ കൊടുത്തു. ദെൻ സബ്ജക്റ്റ് ആയിട്ട് സി കൊടുത്തു. സോ എസ്എൻ സി. എസ്എൻ സി. ആർ യു ഈറ്റിംഗ്? എസ്എൻ സി. എസ്എൻ സി. അതുപോലെ ഇനിയിപ്പോ ആർ യു ഡ്രിങ്കിങ്? ഡ്രിങ്കൻ സി. ഡ്രിങ്കൻ സി. അതുപോലെ ഇനിയിപ്പോ ആർ യു ഡ്രിങ്കിങ് ട്രീ? ഡ്രിങ്കൻസ് സി ടീ ഓർ ഡ്രിങ്ക്സ് ടു ടീ. ഇങ്ങനെ എല്ലാം പറയാം നമുക്ക്. ദെൻ കൊമൻസി നോക്കിയേ. ആർ യു കമ്മിങ്? ആർ യു കമ്മിങ് എന്നുള്ളത് കൊമൻസി ആയിട്ട് മാറി. കൊമൻസി. ആർ യു കമ്മിങ്? കൊമൻസി. ആർ യു ഗോയിങ്? ഗെഹൻസി. ഓർഡർ ഓഫ് ഇൻഫോർമൽ ഗെസ് ടു, കോംസ് ടു. Okay. Then do you have children? Do you have children എന്നുള്ളത് നോക്കിയേ നിങ്ങൾ. നമ്മൾ ഈ ഒരു ഡു എന്നുള്ള ഈ ഒരു സാധനം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യില്ല കേട്ടോ. അത് പറ്റില്ല. സോ ഡു യു ഹാവ് ചിൽഡ്രൻ? ഇതില് വേർബ് വന്നിട്ട് ഹാവ് ആണ്. സോ നമ്മൾ ഹാബിന് ഫസ്റ്റിൽ കൊടുത്തു. ഹാബൻ, ദെൻ സബ്ജക്ട് ഹാബൻ സി, ദെൻ ചിൽഡ്രൻ എന്നുള്ളത്. സോ ദാറ്റ് ഇസ് കിൻഡർ. സോ ഹാബൻ സി കിൻഡർ. Haben Sie Kinder? Do you have children? Haben Sie Kinder? എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ. Do you live in Berlin? Do you live in Berlin? Wants to in Berlin. Wants to in Berlin എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Do you live in Berlin? ഓക്കെ. Do you have children എന്നുള്ളത് ഒന്ന് ഇൻഫോർമൽ ആയിട്ട് പറഞ്ഞു നോക്കേ. Do ഫോമിൽ എങ്ങനെ പറയും നിങ്ങൾ? Yes, correct. Please repeat. No commands. Have to do kinder. Okay, perfect. Has to kinder. Has to kinder. അതുപോലെ തന്നെ നമ്മുടെ ഡു യു ലിവ് ഇൻ ബെർലിൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഇൻഫോർമൽ ആക്കിയിട്ട് നോക്കിയേ. സോറി, ഫോർമൽ ആക്കിയിട്ട് ജി ഫോർമൽ ചെയ്ത് നോക്കിയേ.
On and see in Berlin. Yes, common see in Berlin. Common see in Berlin. Common see in Berlin. ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. ഓക്കെ ഓക്കെ ഇവിടെ വന്നിട്ട് ഡു യു ഡ്രിങ്ക് ടീ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡു യു സ്പീക്ക് ജർമ്മൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതിന് കറക്റ്റ് നിങ്ങൾക്ക് വേണ്ട വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നോക്കാം. ഡു യു ഡ്രിങ്ക് ടീ und do you speak German? Trinken, to drink, tea, it's tea auf Deutsch. Do you speak German? Sprechen means to speak and Deutsch, German. You guys, have you done? Okay, take your time. Okay, guys, done? Yes. Okay, so first one, do you drink tea? Do you drink tea? Auf Deutsch? Okay, wait, let me call by names. Yeah, Lichi. Lichi, are you there? Okay. Amal? Amal? Or Srilata?
Okay, Srilata, do you drink tea? Haben Sie trinken tea? Haben Sie? Okay. Wait. Maya? Trinken Sie tea? Okay. Shiba? ഷിബ ഇപ്പൊ ജോയിൻ ചെയ്തതാണോ? Okay. So Hello? drink. Yeah. Who's this? Hello? Yes. Yes. Brings to you tea. Okay. Brings to do tea. Okay. So ഇവിടെ ട്രിങ്കൻ സി ടീ ഓർഡർ ഡ്രിങ്ക്സ് ഡു ടീ എന്നുള്ളതായിരിക്കും കേട്ടോ. ഹാബൻ ലൈക്ക് ഹാബൻ നമ്മുടെ ഒരു ഹാവ് ഇവിടെ ഇല്ല, പിന്നെ നമ്മൾ ഹാബൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ വരുന്ന വേർബ് നോക്കുക. വേർബ് എന്താണോ വേർബിനെ ഫസ്റ്റിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, സെക്കൻഡ് പൊസിഷൻ വന്നിട്ട് നമുക്കറിയാം സബ്ജക്റ്റ് ആണ്. സോ സബ്ജക്റ്റ് കൊടുക്കുക, പിന്നെ അതിൽ നൗൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് കൊടുക്കുക. സോ ഡ്രിങ്ക്സ് ടു ടീ ഓർഡർ ഡ്രിങ്കൻസി ടീ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡു യു സ്പീക്ക് ജർമ്മൻ? ഡു യു സ്പീക്ക് ജർമ്മൻ എങ്ങനെ പറയും നിങ്ങള്? Sprechen Sie Deutsch? യെസ്. Und auf informal? Ist Yes. Sprich du Deutsch. Sprich Deutsch. Okay guys, നമ്മുടെ expression എന്നുള്ളത് ഒരു ഇറഗുലർ വേർബ് ആണ് കേട്ടോ. സോ അതിന്റെ കോൺജുഗേഷൻ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കോൺജുഗേഷൻ നോക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഡിസ്കസ് ചെയ്തതല്ലേ നമ്മള്? yes. Okay. Yes. Sprickist. Yes, spricht ആണ്. Sprich du Deutsch oder sprechen Sie Deutsch? ഒന്ന് പറഞ്ഞു നോക്കേ. Sprechen Sie Deutsch. അതുപോലെ തന്നെ ഇൻഫോർമൽ പറയുന്ന ടൈമില് Spricht du Deutsch. yes, sprich du Deutsch. Perfect. Okay, next last one. Are you coming? Are you coming? എങ്ങനെ പറയും നമ്മള്? Kommen Sie. Or Kommen Sie. Yes. kommen Sie. Kommen Sie Come to oder do. comes? Come to do. Yes. Comes to do. Comes to. Yes, comes to order kommen Sie. Both are fine. Both are fine. Okay. സോ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ജസ്റ്റ് ഇതിന്റെ സ്ട്രക്ചർ നോക്കുക. ഫസ്റ്റ് പൊസിഷൻ എന്തിനാണ്, സെക്കൻഡ് പൊസിഷൻ എന്തിനാണ് എന്നുള്ളത്, എന്നിട്ട് അതിന്റെ ബേസിൽ കൊടുക്കുക. ഓക്കെ, ക്ലാസ്സിന് ശേഷം ഹോംവർക്സ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് നമ്മളൊരു 5 to 6 യാ 9 ഫ്രാഗേഴ്സ് ഇതുപോലെ ഞാൻ വേർഡ്സ് കൊടുത്തിട്ട് ഷെയർ ചെയ്യാം. സോ അത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് അത് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേർബ്സ്, അതായത് നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത വേർബ്സ് എല്ലാം അതിൽ കറക്റ്റ് കൊടുക്കാം, വേർബ്സും നൗൺസും ഒക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ട്രക്ചർ കറക്റ്റ് ആക്കുക, കോൺജുഗേഷൻ കറക്റ്റ് ആക്കുക. ഓക്കെ ഓക്കെ ഗൈസ്. Okay. Okay. സോ yeah, alles klar? എല്ലാം ക്ലിയർ ആണോ? Yes, clear. Yes, clear now. ഓക്കെ ഗൈസ്. സോ ഇപ്പൊ നിങ്ങൾ ഒരു സെന്റൻസ് പഠിച്ചു അല്ലെ? ഒരു ഫുൾ സെന്റൻസ് പ്രസന്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ഐ എം ഈറ്റിംഗ് പിസ്സ, ഐ എം മേക്കിംഗ് ടീ, അതുപോലെ ഐ എം ഗോയിങ് ടു ജർമ്മനി. ഇങ്ങനെയുള്ള സെന്റൻസസ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഓക്കെ, പക്ഷെ ഇനി നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും എങ്ങനെ പറയും, എങ്ങനെ ചെയ്യും എന്നുള്ളത് അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് യാനൈൻ ഫ്രാഗേഴ്സും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വരുന്ന ഇപ്പൊ ഒരു സെന്റൻസ് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് പറയണം. അതായത് ഇപ്പോ അതില് അല്ല, ഇല്ല എന്നൊക്കെ ആഡ് ചെയ്ത് പറയുന്ന ടൈമിൽ, ഒരു സെന്റൻസിനെ നെഗേറ്റ് പറയുന്ന ടൈമിൽ എങ്ങനെയാണ് ജർമ്മനിൽ നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പോസിറ്റീവ്ലി സെന്റൻസ് പറയാൻ അറിയാം. ഇപ്പോ ഐ എം ഗോയിങ്, ഇതറിയാം നിങ്ങൾക്ക്. ആൻഡ് ഹൗ ടു സേ ഐ എം നോട്ട് ഗോയിങ്. ഐ എം നോട്ട് ഗോയിങ്.
ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ പെൻ, ദിസ് ഇസ് എ പെൻ ഓർ ദിസ് ഇസ് എ പെൻസിൽ. അത് പെന്നിനെ പെൻസിലിനെ നെഗേറ്റ് ചെയ്യുക. ദിസ് ഇസ് നോട്ട് എ പെൻ, ദിസ് ഇസ് നോട്ട് എ പെൻസിൽ. സോ ഇങ്ങനെയെല്ലാം പറയുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് അത് ജർമ്മനിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ. Okay, guys, is the screen visible? Yes, ma'am. Okay. സോ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നെഗേഷൻസ് ആർട്ടിക്കിൾ എന്നൊരു ഹെഡ്ലൈൻ കാണാം നമുക്ക്. സോ നമ്മള് ഇങ്ങനെയുള്ള, അതായത് ഒരു സെന്റൻസിൽ നെഗേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നതാണ് നെഗേഷൻസ് ആർട്ടിക്കിൾ കേട്ടോ. അതായത് ഇല്ല, അല്ല, നോ, നോട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നെഗേഷൻ വേർഡ്സ് ഉണ്ട് ജർമ്മനില്. അതായത് ഒന്ന് നൗണിനെ നെഗേറ്റ് ചെയ്യാനാണ്, ഒന്ന് വെർബിനെ നെഗേറ്റ് ചെയ്യാനാണ്. സോ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും എന്നുള്ളതാണ്. നൗൺസ് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ നെയിംസ്, തിങ്സ് ലൈക്ക് ഇപ്പോ പെൻ, പെൻസിൽ, ബാഗ്, ഇതിനെല്ലാം നെഗേറ്റ് ചെയ്ത് പറയാം ഒരു സെന്റൻസിൽ. ഇപ്പോ this is not a pen, this is not a pencil, this is not a car. സോ ഇതുപോലെ ഇതെല്ലാം ഇവിടെ എല്ലാം നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത് പെൻ, പെൻസിൽ, കാർ. ഇത് കാർ അല്ല, ഇത് പേന അല്ല, ഇത് പെൻസിൽ അല്ല എന്നാണ്. സോ അതിനെയാണ് നമ്മൾ ഇവിടെ നെഗേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നെഗേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ജർമ്മനിൽ അത് എക്സ്പ്രസ് ചെയ്യുക എന്ന് നോക്കാം. സോ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു നോട്ട്സ് നോക്കാം നിങ്ങൾ. യെസ്, ഹിയർ കൈൻ, KEIN, കൈൻ എന്നാട്ടോ വായിക്കുക. ഇറ്റ്സ് കെയിൻ, കൈൻ, കൈൻ. So we use kind to negate noun. We use kind to negate noun. So നമ്മൾ kind യൂസ് ചെയ്യുന്നത് നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. kind നമ്മൾ യൂസ് ചെയ്യുന്ന നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നൗണിനെയാണ് നമ്മൾ ഇവിടെ നെഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് പൊസിഷൻ ഓഫ് kind should be before the noun. സോ നമ്മൾ നൗണിനെ നെഗേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നെഗേഷൻ ആർട്ടിക്കിൾ ആണ് kind എന്ന് പറയുന്നത്. സോ ഈ ഒരു കൈനിന്റെ പൊസിഷൻ ഒരു സെന്റൻസിൽ വന്നിട്ട് ബിഫോർ ദ നൗൺ ആയിരിക്കും. അതായത് ഈ കൈനിനെ നമ്മൾ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യേണ്ടത് നൗണിന്റെ തൊട്ട് മുൻപായിട്ട് ആയിരിക്കും എന്നുള്ളതാണ്. സോ പൊസിഷൻ ഓഫ് കൈൻ ഷുഡ് ബി ബിഫോർ ദ നൗൺ. ഓക്കെ. സോ നമുക്കിപ്പോ എന്താണ് കൈൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. കൈൻ എന്നുള്ളത് നമ്മൾ നൗണിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് കൈനിന്റെ പൊസിഷൻ വന്നിട്ട് ബിഫോർ ദ നൗൺ ആയിരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് കൈന് എന്നുള്ളത്, യെസ്, ഇപ്പം ഈ ഒരു ടേബിൾ കാണാൻ നിങ്ങൾക്ക്. ഇത് നമ്മൾ പഠിച്ച ആർട്ടിക്കിൾ ടേബിൾ ആണ് അല്ലെ. നമ്മൾ ആർട്ടിക്കിൾ ടേബിൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മെസ്കുലിൻ ഡർ യൂസ് ചെയ്യും, ന്യൂട്ടർ ഡസ് യൂസ് ചെയ്യും, ഫെമിനിൻ ഡി യൂസ് ചെയ്യും, പ്ലൂരൽ ഡി യൂസ് ചെയ്യും എന്നിങ്ങനെ. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തതല്ലേ. Yes. സോ അതിൽ ഇപ്പം ഈ ഒരു ഫസ്റ്റ് ടേബിൾ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ, ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കൈനിനെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം നെഗറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറയും നമ്മൾ കൈനിനെ, ബിക്കോസ് നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. അത് നോക്കിയേ, മെസ്കുലിൻ ആയിട്ടുള്ള ഒരു നൗണ്, മെസ്കുലിൻ ആയിട്ടുള്ള ഒരു നൗണിന് തൊട്ട് മുൻപായിട്ടാണ് നിങ്ങൾ മെസ്കുലിൻ ആയിട്ടുള്ള ഒരു നൗണിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കൈൻ എന്ന് മാത്രം യൂസ് ചെയ്യുക. KEIN, ഇറ്റ്സ് കൈൻ, ജസ്റ്റ് കൈൻ. ആൻഡ് ഫോർ നോയ്റ്റർ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നൗണിനെയാണ് നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും സെയിം ലൈക്ക് മെസ്കുലിൻ കൈന് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഫെമിനിൻ, ഫെമിനിൻ ആയിട്ടുള്ള ഒരു നൗണിനെയാണ് നിങ്ങൾ നെഗേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ we use kaine, kaine, KEINE, it's kaine. For feminine and plural we use kaine. For feminine and plural we use kaine. Kaine ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതൊന്ന് മനസ്സിലാക്കുക. മെസ്കുലിനും ന്യൂട്ടറിലും നമ്മൾ കൈന് യൂസ് ചെയ്യും. ആൻഡ് ഫോർ ഫെമിനിൻ ആൻഡ് പ്ലൂറൽ വി യൂസ് കൈനെ, കൈനെ, KEINE ആണ് കേട്ടോ. സോ
നമുക്കറിയാം നമ്മൾ ഈ കൈന് യൂസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് അവിടെ ഒരു നൗൺ ഉണ്ടാവും. നൗണിന് എന്തിരുന്നാലും ജർമ്മനിലെ നൗണിന് ഒരു ജെൻഡർ ഉണ്ടാവും. അതായത് മെസ്കുലിൻ ആണോ, ന്യൂട്രൽ ആണോ, ഫെമിനിൻ ആണോ, പ്ലൂരൽ ആണോ, ഇതൊരു നൗണിന് ജർമ്മനിൽ വരുന്നുണ്ടാവും. ആ നൗണിന് തന്നെയാണ് നമ്മൾ കൈന് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സോ നമുക്ക് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹിയർ zum Beispiel. Was bedeutet zum Beispiel? Example. For Yes. example. For example, bedeutet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിയില്ല. Was bedeutet? Bedeutet എന്ന് Meaning. പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ സോ ഇവിടെ ഒരു ഈ പിക്ചറിൽ നിങ്ങൾ എന്താ കാണുന്നത്? Pencil. യെസ്, Pencil. ഇതൊരു പെൻസിൽ കാണുന്നുണ്ട് അല്ലെ. ഇവിടെ താഴെ ബ്രാക്കറ്റിലായിട്ട് 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ജെർകുലി, ജെർബ്ലിസ്റ്റിഫ്റ്റ്. ജെർകുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെൻ ആണ് കേട്ടോ, പേനയാണ്. ആൻഡ് ജെർബ്ലിസ്റ്റിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിലാണ്. ഓക്കെ, സ്റ്റിഫ്റ്റ് എന്നും നമ്മൾ പറയും പെൻസിലിന്. ബ്ലിസ്റ്റിഫ്റ്റ് പെൻസിലാണ്, ജെർകുലി പെന്നാണ്. ഓക്കെ സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾക്ക്. Ist das ein Kuli? Ist das ein Kuli? So യെസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. Ist das ein Kuli? Ja oder Nein. nein? Das ist Nein. kein Kuli. Yes, das ist kein Kuli. Das ist Kuli. kein Kuli. Kuli. Okay, because ഇവിടെ നോക്കിയാൽ നിങ്ങൾ കുലിയുടെ ആർട്ടിക്കിൾ എന്താ? കുലിയുടെ ജെൻഡർ എന്താ? മെസ്കുലിൻ ആണോ, ഫെമിനിൻ ആണോ, ന്യൂട്രൽ ആണോ? Masculine. Der. യെസ്, വെരി ഗുഡ്. മെസ്കുലിൻ ജെൻഡർ ആണ്. ഓക്കെ സോ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഇവിടെ കൈനെ അല്ല കൈനാന്ന് യൂസ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾ, മെസ്കുലിനിൽ വി യൂസ് കൈൻ. ഓക്കെ ആൻഡ് നമ്മുടെ കൈനിന്റെ പൊസിഷൻ വന്നിട്ട് ബിഫോർ ദ നൗണു ആണ് എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെൻസിലാ, ഇത് പേനയാണോ എന്നാ ചോദിക്കുന്നത്. Is das ein Kuli? Is das ein Kuli? Is this a pen? Or is that a pen? ഗൈസ്, നമ്മുടെ ദസിന്റെ മീനിങ് ഇവിടെ ചേഞ്ച് ആവും കേട്ടോ. ഇവിടെ ദസിന്റെ മീനിങ് എന്തായിരിക്കും? This. Pencil. This. Bar. This. Biscuit. ഓക്കെ വെയിറ്റ്. നമ്മൾ ദസിന് നിങ്ങൾ പഠിച്ച മീനിങ് എന്താ? This. The note. Article. The Neuter. article. The note. യെസ്, വെരി ഗുഡ്. സോ പക്ഷെ ഇവിടെ ദസിന് തൊട്ടടുത്തായിട്ട് ഒരു നൗണ് ദസിന് തൊട്ടടുത്തായിട്ട് നൗണ് വന്നിട്ടുണ്ടോ? No. ഇല്ല. സോ നമ്മൾ ഈ ഒരു ദസിന് തൊട്ടടുത്തായിട്ട് നൗണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദസിന്റെ മീനിങ് വന്നിട്ട് ദിസ് ഓർ ദാറ്റ് ആയിരിക്കും കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്യുക. ദസിന് തൊട്ടടുത്തായിട്ട് നൗണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ദസിന്റെ മീനിങ് വന്നിട്ട് ദിസ് ഓർ ദാറ്റ് ആയിരിക്കും എന്നുള്ളത്. സോ ഇവിടെ മീനിങ് എന്തായിരിക്കും? This. യെസ്. സോ is this a pen എന്നാണ് ചോദിക്കുന്നത്. സോ ഇതിന്റെ മീനിങ് ദിസ് ആണ് കേട്ടോ. ദിസ് ഓർ ദാറ്റ് എന്നുള്ള മീനിങ് കൊടുക്കുക. അതിന്റെ തൊട്ടടുത്തായിട്ട് നൗണ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഇവിടെ കുലി എന്നുള്ളതിന് ആർട്ടിക്കിൾ ഓൾറെഡി അയിന് വന്നിട്ടുണ്ട്. ഇവിടെ ദസ് എന്നുള്ളത് ഒരു ആർട്ടിക്കിൾ ആയിട്ടല്ല, ദിസ് ഓർ ദാറ്റ് ആയിട്ടാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ is this a pen എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിന് ആൻസർ പറയണം. അല്ല, ഇത് പേന അല്ല എന്നുള്ളത് നമുക്ക് പറയണം. സോ ഹിയർ 9. Das ist kein Kuli. Das ist kein Kuli. 9. Das ist kein Kuli. പിന്നെ എന്താണ്? Das ist ein Bleistift. Das ist ein Bleistift. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് സെന്റൻസ് ആണ് കേട്ടോ. ഇത് das ist kein Kuli. ഇത് പേന അല്ല. ഇതെങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ das ist kein Kuli. ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് ദി ബ്ലൂമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലവർ ആണ് കേട്ടോ, ഫ്ലവർ ആണ്. ആൻഡ് ദി ഷോക്കോലാഡ് മീൻസ് ചോക്ലേറ്റ് ആണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾ ഒരൊറ്റ ചോക്ലേറ്റ് ബാർ ഉള്ളൂ എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ബിക്കോസ് ഇവിടെ സിംഗുലർ ആയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ ജെൻഡർ എന്തായിരിക്കും? ദി ബ്ലൂമ, ദി ഫ്ലവർ, ദി ഷോക്കോലാഡ്, ദി ചോക്ലേറ്റ്. ജെൻഡർ എന്തായിരിക്കും? Feminine. യെസ്, ഫെമിനിൻ ആണ് അല്ലേ. വെരി ഗുഡ്. So here, ist es eine Blume? Ist es eine Blume?
Nein. Dann was ist das? Nein. Das ist eine, Nein, das ist keine Hm. keine Das Blume. Keine Blume. eine, Keine Blume. eine, Blume. Keine Blume. യെസ്, അതായത് എൻഡില് ഈ വരുന്ന ടൈമില് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മള് മൈ നാ മേ മേ നാ മേ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു എ സൗണ്ട് വരുന്നുണ്ട്. ഇപ്പം ബ്ലൂമേ ഷൊക്കലാഡേ ബ്ലൂമേ ഷൊക്കലാഡേ ഐനെ ആ ഒരു എ നമ്മൾ ഇംഗ്ലീഷില് ലൈക്ക് ഇപ്പം ഇത് വായിക്കുക മേ ബി ഇറ്റ്സ് ലൈക്ക് ബ്ലൂം ഷൊക്കലാഡ് ലൈക്ക് ഈ നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് കൊടുക്കാറുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷെ ജർമ്മനിലോട്ട് വരുന്ന ടൈമിൽ എ ഈ ഒരു സൗണ്ട് കൊടുക്കും കേട്ടോ എൻഡിൽ ഈ വന്ന് കഴിഞ്ഞാലും. ഓക്കെ ഓക്കെ സോ ഹിയർ ഇസ് das eine Blume? Nein, das ist keine Blume. Then was ist das? എന്താണിത്? Das das ist ist eine, Eine Chocolate. Chocolate. eine Schokolade. Chocolate. Schokolade. Yeah. Chocolate. So ഇവിടെ നമ്മൾ എന്തുകൊണ്ടാ കൈനെ യൂസ് ചെയ്തത്? Why kind? Why not keine? Sorry, why keine? Why not kind? feminine, Feminine. Yes, very good. Feminine ആയതുകൊണ്ടാണ്. Okay. നെക്സ്റ്റ് വന്നിട്ട് ഹിയർ ദസ് ബുക്ക്. ദസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കാണ്. ആൻഡ് ദസ് ഹാൻഡി. ഹാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ആണ്. Mobile. ഹിയർ മൊബൈൽ ഫോണിന്റെ പിക്ചർ വന്നിട്ടുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇസ് ദിസ് ein Buch? Ja, ist es ein Buch? Nein. eine, das ist Das ist kein kein Buch, Buch. Then was ist das? Das ist ein Handy. das ist ein Handy, Okay, very good. So, nein, das ist kein Buch. Das ist kein Buch. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൈന് യൂസ് ചെയ്തേ? Why? What's the gender? Ist neuter. Yes, very good. Very good. Okay. ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പിക്ചർ ബലൂൺസ് ആണ്. ബലൂൺസ് ആണ് ഇവിടെ പ്ലൂരൽ ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഷോക്കോലാടെ പിക്ചർ ജസ്റ്റ് പ്ലൂരൽ ആയി പോയതാണ് കേട്ടോ. ഇവിടെ ഡിസ്റ്റേണ് ഡിസ്റ്റേണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാർസ്. ദി ബലൂൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബലൂൺസ്. സോ ഇവിടെ നോക്കാം നിങ്ങൾ sind es Disturne? Are this the balloons? Sind es die Sterne? ഇവിടെ ഈസ് അല്ല വരിക, സിൻഡ് ആണ് കേട്ടോ വരിക. ബിക്കോസ് നമ്മൾ ഇവിടെ പ്ലൂരൽ ആയിട്ട് ആർ ദിസ് എന്നാണ് പറയാ, പ്ലൂരൽ പറയുന്നത് കൊണ്ട്. സോ sind es die Sterne? nein, Nein. nein, Das sind keine Sterne. keine Sterne, Okay, dann was ist Das das? sind keine sind Sterne, das Ballons. sind die Balloons, Yes, das sind die Balloons. Balloons, എല്ലാത്തിനും ഐനോടെ ഐനെ യൂസ് ചെയ്ത് പ്ലൂരലിന് മാത്രം നമ്മൾ എന്താ ദാ യൂസ് ചെയ്തേ? Right? Plural. plural, Plural. The. പ്ലൂരല് ഐനോട് ഐനെ വരുന്നുണ്ടോ? ആ ടേബിൾ നോക്കിയേ. പ്ലൂരല് നമുക്ക് നമ്മുടെ അൻബസ്റ്റിൻ പ്ലൂരൽ ഉണ്ടോ? ഇല്ല, യെസ്. ഓക്കെ ഗൈസ്, സോ ഇത് ക്ലിയർ ആണോ? ജസ്റ്റ് ഒരു 2 to 3 എക്സാമ്പിൾസ് നിങ്ങൾ ഇൻഡിവിജ്വലി ചെയ്ത് നോക്കുമോ? Okay. Okay, let's see. Yeah. First one here. Is this ein Flughafen? Flughafen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് ആണ് കേട്ടോ. Flughafen is എയർപോർട്ട്. അതുപോലെ തന്നെ ബാനോൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയും നമ്മൾ. വെക്കാബുലറി താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഡെർ ബാനോൾഫ്, ഡെർ ഫ്ലുഹാഫൻ. സോ ബാനോൾഫ് മീൻസ് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഫ്ലുഹാഫൻ എയർപോർട്ട്. സോ ഇവിടെ ചോദിക്കുന്ന ഇസ് ദിസ് ein Flughafen എന്നാണ്. ഇസ് ദിസ് ein Flughafen. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഹോസ്പിറ്റൽ ആണ്. ഇസ് ദിസ് ein ഇവിടെ ഹോസ്പിറ്റലിന്റെ പിക്ചർ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചോദിക്കുന്ന ഇസ് ദിസ് ein Hotel എന്നാണ്. ഇസ് ദിസ് ein Hotel. സോ നിങ്ങൾ റിപ്ലൈ കൊടുക്കുക. ഐ മീൻ ഇത് ഹോട്ടൽ അല്ല എന്നുള്ളത് പറയാ, എന്നിട്ട് ഇത് എന്താണ് എന്നുള്ളതും കൊടുക്കുക. രണ്ടിനും വരുന്ന വെക്കാബുലറി വിത്ത് ആർട്ടിക്കിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഡെസ് ഹോട്ടൽ, ദി ഹോട്ടൽ, ആൻഡ് ഡെസ് ക്രാങ്കൻ ഹൗസ്, ദ ഹോസ്പിറ്റൽ. ഡെസ് ക്രാങ്കൻ ഹൗസ്. നമ്മുടെ ഈ ഒരു ക്രാങ്കൻ ഹൗസ് എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ക്രാങ്കൻ ഷെസ്റ്റർ,
അതുപോലെ ക്രാങ്ക്. ക്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക് ആണ്. അതുപോലെ ക്രാങ്കൻ ഹൗസ് ഹോസ്പിറ്റൽ, ക്രാങ്കൻ ഷെസ്റ്റർ നേഴ്സ്, ക്രാങ്കൻ ഫ്ലഗർ മെയിൽ നേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇസ്റ്റസ് ഐനസ് സ്ട്രാസ്. ഇസ്റ്റസ് ഐനസ് സ്ട്രാസ്. സ്ട്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ആണ് കേട്ടോ, സ്ട്രീറ്റ് ആണ്. സോ ഇവിടെ നമ്മുടെ വൊക്കാബുലറി വന്നിട്ട് ദി സ്ട്രാസ്, ദ സ്ട്രീറ്റ് ആൻഡ് ദി ഷൂള്, ദി സ്കൂൾ. ദി ഷൂള്, ദി സ്കൂൾ. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, സിൻസ് ദി ഷിപ്പ്. ആർ ദിസ് ദ ഷിപ്സ്? ഷിപ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ വൊക്കാബുലറീസ് വന്നിട്ട് ദി ഷിപ്പ്, ദി സ്റ്റേൺ. ഷിപ്സും അതുപോലെ സ്റ്റാർസും ആണ് വരുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഈ ഒരു PDF. Okay.
Okay, guys, done. മാം PDF ഷെയർ ചെയ്തായിരുന്നു. Yes, I have shared. Wait. This is it's 9 note 4, right? Yeah. Guys, Yes. PDF ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. Okay. എനിക്ക് വന്നിട്ടില്ല. Okay, I think maybe your network issue or Yeah. something. Okay, ഞാൻ ഇതിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കാം കേട്ടോ എന്നാൽ. കംപ്ലീറ്റ് ആയവര് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. Okay, done. Done. Okay. So if anyone is not done, please say so. Okay. First one Okay, is last this. one. Okay, last one. Okay, wait. Yes, ma'am. Okay, fine. So let's try the first one. Yeah. Okay, guys, is this ein Flughafen? Nein, Mhm. das ist ein Das Flughafen. ist kein Flughafen. Okay. Then was ist das? Das ist Das ein ist ein Bahnhof. Okay, wait. Bahnhof. Lizzie, Matthew, Yes, ma'am. Lizzie, please read the first one. Ist das ein Flughafen? Nein, das ist kein Flughafen. Mhm. Das ist ein Bahnhof. Yes, it's Bahnhof. 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 Okay, so ist es ein Flughafen? Nein, das ist kein Flughafen. നമുക്ക് D വേണ്ട കേട്ടോ അവിടെ. Das ist kein Flughafen. അതിന്റെ റീസൺ നമ്മൾ ഇവിടെ ഓൾറെഡി കൈൻ എന്നുള്ള ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കൈനിനെ ഒരു നെഗറ്റീവ് ആർട്ടിക്കിൾ ആയിട്ടാ കൺസിഡർ ചെയ്യുക. സോ നമ്മുടെ അവിടെ കൈന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ഓർ ഐന് എന്നുള്ളത് നമുക്ക് എക്സ്ട്രാ വേണ്ട. ഓക്കെ Okay, so 9, das ist kein Flughafen, das ist ein Bahnhof. Okay, Bahnhof. okay, next, after Lizzie Maya case. Ist das ein Hotel? Yeah, Nein, das ist kein Hotel.
Hmm. Das ist ein Krankenhaus. Okay, very good. Very good. Then next, I think it's Srilata. Ist es eine Straße? Ist es a street? Srilata, please unmute and speak. Okay, Lichi, you can read. Yes, ma'am. Ist es eine Straße? Das ist keine Das ist keine. Straße. Correct. Dann was Das ist es? Das ist eine Sterne. Eine. Schule. It's Schule, Schule, Straße, Schule. Schule, ആ ഒരു E pronounce ചെയ്യാം കേട്ടോ. Next, Maya. Sind das die Schiffe? Yeah. Nein, das sind keine Schiffe. Das sind eine Steine. Yeah. Das sind die Sterne. Because നമുക്ക് ein oder eine വരുന്നില്ല plural. So, das sind die Sterne. Okay. Okay. മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ein oder eine യൂസ് ചെയ്യാത്തത്? Ein ഇല്ല അതുകൊണ്ടാണ്. Okay, fine. So, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? Yes. ഓക്കെ. സോ മാക്സിമം ക്ലാസ്സസ് ഇതുപോലെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതായത് നമ്മൾ ഇനി പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ഒക്കെ പഠിച്ച് കഴിയുന്ന ടൈമിൽ നിങ്ങളിപ്പം ഈ ഒരു റെക്കോർഡിങ്സ് ഇനി കേൾക്കുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഈ ഒരു റെക്കോർഡിങ്സ് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ക്ലാസ്സിലുള്ളവർ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു, അവർ ക്ലാസ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരുടേത് ക്ലിയർ ആവുന്നു. നിങ്ങളിത് റെക്കോർഡിങ്സ് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ സ്പീക്കിംഗ് കുറവായിരിക്കും. സോ നമുക്ക് ഓൾറെഡി വരുന്നത് ജസ്റ്റ് ഒരു 1 hour ആണ്. സോ അതിൽ സ്പീക്കിങ്ങും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം സ്പീക്കിങ്ങിനുള്ള എന്തെങ്കിലും പ്ലാറ്റ്ഫോം. അതുള്ളവരാണെങ്കിൽ ഓക്കെ, യു ഗൈസ് ക്യാൻ ഡിപ്പെൻഡ് റെക്കോർഡിങ്സ്. അല്ലാത്തവർ മാക്സിമം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഷുവർ ആണ്, അതായത് നിങ്ങൾ സെന്റൻസസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഫ്യൂച്ചർ ടെൻസ് ഒരു ടെൻസ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്നുള്ളത് ഷുവർ ആക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവുള്ളൂ, ഇൻഡിവിജ്വലി ഷുവർ ആക്കിയിട്ട്. ഓക്കെ. അപ്പം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാണ്ട് നിങ്ങൾ റെക്കോർഡിങ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എൻഡിൽ. ഓക്കെ ഗൈസ്, സോ ക്ലിയർ ആണോ? സോ ഇനി നമുക്ക് നെഗേഷൻ, അതായത് നമ്മൾ ഫസ്റ്റ് നെഗേഷൻ ആണ് ഇപ്പൊ ഡിസ്കസ് ചെയ്ത്, ദാറ്റ് ഇസ് കൈൻ. ഇനി നമുക്ക് നിഷ്ട് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിഷ്ട് എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ വേർബിനെ എങ്ങനെ നെഗേറ്റ് ചെയ്യും, വേർബിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിഷ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് നിഷ്ട് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. സോ നിഷ്ട് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നിഷ്ട് എന്നുള്ളത്. സോ നമ്മുടെ കൈൻ എന്നുള്ളത് നൗണിന് യൂസ് ചെയ്തു, ആൻഡ് വേർബിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നിഷ്ട് ആണ് കേട്ടോ. NICHT, it's nisht. Okay. And position of nisht after the verb ആണ്. നമ്മൾ കൈന്റെ പൊസിഷൻ എവിടാ പറഞ്ഞിരുന്നത്? യെസ്, ബിഫോർ ദ നൗൺ. നൗണിന് ആണ് കൈന് യൂസ് ചെയ്യുന്നത്, ആൻഡ് പൊസിഷൻ ഓഫ് കൈനസ് ബിഫോർ ദ നൗൺ. പക്ഷെ ഇവിടെ നമ്മൾ നിഷ്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ആക്ഷൻസിന്. അതായത് നൗണ് നമ്മൾ കൈന് നമ്മൾ യൂസ് ചെയ്തത് പേന അല്ല, പെൻസിൽ അല്ല, ബുക്ക് അല്ല, ഇതെല്ലാം അല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. നൗൺസിന് അല്ല ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. പക്ഷെ നമ്മൾ നിഷ്ട് യൂസ് ചെയ്യാൻ പോകുന്നത് വേർബിനെ നെഗേറ്റ് ചെയ്യാൻ. അതായത് പോവുന്നില്ല, ഇപ്പം പോവുക, ടു ഗോ എന്നുള്ള ഒരു വേർബിനെ അല്ല ഇല്ല എന്ന് പറഞ്ഞ് നെഗേറ്റ് ചെയ്യാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പോകുന്നില്ല, ഞാൻ ഡാൻസ് കളിക്കുന്നില്ല,
ഞാൻ പാട്ട് പാടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള വേർബ്സിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിഷ്ട് യൂസ് ചെയ്യുന്നത്. സോ നിഷ്ട് എന്നുള്ളത് ടു നെഗേറ്റ് വേർബ്, വേർബിനെ നെഗേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ആൻഡ് പൊസിഷൻ ഓഫ് നിഷ്ട് ആഫ്റ്റർ ദ വേർബ്, വേർബിന് ശേഷമാണ് കേട്ടോ. ഓക്കെ, zum Beispiel, for example, I don't dance. I don't dance. ഡാൻസിനെയാണ് ഇവിടെ നമ്മൾ നെഗേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ ich tanze nicht. Ich tanze nicht. Tanze കഴിഞ്ഞിട്ടാണ് നമ്മൾ nicht യൂസ് ചെയ്യുന്നത്. ഓക്കെ, I don't study. I don't study. Or I don't study. Ich studiere nicht. നമ്മളെ സ്റ്റഡി, ടു സ്റ്റഡി എന്നുള്ളതിന് ലേണൻ എന്നുള്ള വേർബും സ്റ്റുഡിയറൻ എന്നുള്ള വേർബും നമ്മൾ യൂസ് ചെയ്യും. സോ ഹിയർ ich studiere nicht or ich lerne nicht എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇവിടെ നോക്കിയ നിങ്ങള് ഇത് ഈ ഒരു എക്സാമ്പിൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് നോർമൽ ആയിട്ട് എങ്ങനെ നിങ്ങൾ സെന്റൻസ് ചെയ്യുന്നോ അതുപോലെ തന്നെ നിഷ്ട് ആഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഐ ഡോണ്ട് ഈറ്റ്, ഐ ഡോണ്ട് ഈറ്റ് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ പറയും? SN. Ich esse Yes, correct. Ich esse nicht. Yes, perfect. Ich esse nicht. അതുപോലെ I don't drink. Ich trinke Yes. nicht. Yes, very good. Ich trinke nicht. Ich esse nicht. Okay. ഇതിനെല്ലാം വേർബിന് ശേഷം നിഷ്ട് ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷനെയാണ് ഇല്ല അല്ല എന്ന് പറയുന്നത്, അവിടെ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഈ നിഷ്ട് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ദ പൊസിഷൻ ഓഫ് നിഷ്ട് ഇസ് ആഫ്റ്റർ ദ വേർബ്, വേർബിന് ശേഷം ആയിരിക്കും എന്നുള്ളത്. ഇതൊന്ന് നോക്കിയേ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദ വേർബ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഫസ്റ്റ് ഹാൻ എന്നാണ് കേട്ടോ. ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്യാം, കൂടെ സ്പെല്ലിങ്ങും പറയാം. Verstehen, 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 to understand. അതുപോലെ തന്നെ I don't go, go എന്നുള്ളത് ഗഹൻ ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഇതെങ്ങനെ പറയും നോക്കിയേ. I don't understand എങ്ങനെ പറയും നിങ്ങൾ? Ich verstehe Yeah, correct. Ich verstehe nicht. Yes, perfect. Ich verstehe nicht. Very good. And then I don't go. Ich gehe Ja, ich gehe. nicht. Yes, ich gehe nicht. Or ich verstehe nicht. Okay. ഇവിടെ എന്ത് ശ്രദ്ധിക്കുക, നമ്മള് വേർബിന് ശേഷമാണ് നമ്മൾ നെഗേഷൻ വേർഡ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മുടെ പൊസിഷൻ വന്നിട്ട് ആഫ്റ്റർ ദ വേർബ് ആണ് എന്ന് വരുന്നു. ഓക്കെ, ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? Clear. Clear, ma'am. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനിയിപ്പോ ഈ ഒരു പോർഷൻ ഞാൻ എടുത്ത് ഇനിയിപ്പോ ഇത് നോക്കുന്ന ടൈമിൽ, നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് പോർഷൻ നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സ് ചോദിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. ബിക്കോസ് ഇത് നിങ്ങളുടെ ബേസ് ആണ്. ഈ ഒരു ബേസ് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ മിസ്റ്റേക്സ് പഠിച്ചാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. സോ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഓക്കെ, ഹോംവർക്സ് ഞാൻ ഒരു ഹാഫ് അവറിന് ശേഷം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, Okay, ma'am. Okay, ma'am. ഓക്കെ ഗൈസ്, സോ alles klar? It's klar. Okay, Klar. okay, tschüss, bis bald. Tschüss. Ja. Bis bald. Okay, das